19 പുറത്തു വന്നിരിക്കുകയാണ്. ചില വമ്പൻ താരങ്ങളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവരുടെ പേരുകളൊന്നും, ഒരാളുടെ പേര് പോലും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ താരങ്ങളുടെ പേരുകളൊന്നും മെൻഷൻ ചെയ്യാത്തത്? ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ആരാണ് കുറ്റം ചെയ്തത് എന്ന് പുറത്ത് പറഞ്ഞാലല്ലേ ഉള്ളൂ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഇത് റിപ്പോർട്ട് 15 12 ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അന്ന് അത് കേസ് സുപ്രീം കോടതി ആ കേസിൽ സ്റ്റേ കൊടുത്തു, ഒരാഴ്ചത്തേക്ക് സ്റ്റേ കൊടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണമാണ് ഇതിൽ കൂടുതലായിട്ടും പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ ലഹരി ഈ സിനിമ ഫീൽഡ് തന്നെ ഒരു ലഹരിയുടെ പിടിയിലാണ് എന്നുള്ള രീതിയിലും കൂടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഏതാണ് ആ വമ്പൻ താരങ്ങൾ? ഇത്രയേറെ 16 പരം വമ്പൻ താരങ്ങളാണ് ഇതിന് പിന്നിൽ ഉള്ളതെന്ന് വ്യക്തമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ട് ആ 16 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടില്ല? അവരെ പേടിയായതുകൊണ്ടല്ലേ? സർക്കാരിന് അവരെ പേടിയല്ലേ? അതേപോലെ പോലീസിന് അവരെ പേടിയല്ലേ? മീഡിയകൾക്ക് അവരെ പേടിയല്ലേ? ആ പേടി ഉള്ളത് കൊണ്ട് മാത്രമല്ലേ ഇവരുടെ ഒന്നും പേരുകൾ വെളിപ്പെടുത്താത്തത്? അതിൽ തന്നെ ആ റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് പേജുകളും പാരഗ്രാഫുകളും പുറത്തുവിട്ടിട്ടില്ല. അതായത് 49 പേജിൽ 96 പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതേപോലെ 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെന്തിനാണ് ഈ റിപ്പോർട്ട് ഇത്ര പാടുവെച്ചിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസിദ്ധീകരിച്ച് അതിൽ കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ കൊടുക്കണ്ടേ? അതായത് 2017 ഒരു നടിയെ വണ്ടിയിൽ കയറ്റി ചിത്രങ്ങൾ പകർത്തി തിരക്കുള്ള റോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അത് പോസ്റ്റ് ചെയ്തു. അതിനെതിരെ കേസ് വന്നു. അതിൽ 8ാം പ്രതിയായി ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടി പരാതി കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് അതിനെതിരെ അന്വേഷണം ഉണ്ടായതും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതും. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ പെൺകുട്ടികൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ അവരൊക്കെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ കേസ് കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല? ഈ പെൺകുട്ടികളൊന്നും അവർക്കെതിരെ ഒരു കേസും കൊടുത്തില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്ന ആ റിപ്പോർട്ടിൽ കുറെ താരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ അടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അതിൽ റിപ്പോർട്ട് വന്നു. അപ്പോ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ അവരൊക്കെ ഈ പരാതികൾ പറഞ്ഞു? ആ സംഭവം നടന്നപ്പോൾ തന്നെയല്ലേ ഇതിനൊക്കെ പരാതി പറയേണ്ടത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഇത് തുടക്കത്തിലെ ഏതൊരു പെൺകുട്ടിയും ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ തന്നെ അവർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പെൺകുട്ടിക്ക് ഇതേപോലെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഒരു നടിക്കായാലും ജൂനിയർ ആർട്ടിസ്റ്റിനായാലും ഡാൻസർക്കായാലും ആർക്കായാലും ആ പരാതി ആദ്യത്തെ ആൾ കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഇതേപോലുള്ള അവസ്ഥ അവർക്ക് വരില്ലായിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട്, ആണുങ്ങളാണ് ഈ സിനിമാ ലോകം ഭരിക്കുന്നത്, പെണ്ണുങ്ങൾക്ക് അതിൽ യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ സംഘടനയുടെ പേര് തന്നെ, സിനിമാ സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നാണ്. എന്നിട്ട് പോലും അതിൽ കൈകാര്യം ചെയ്യുന്നത് ആണുങ്ങൾ മാത്രമാണ്. അതിൽ തന്നെ വമ്പൻ 16 താരങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരാരൊക്കെയാണെന്നൊന്നും പുറത്തുവിട്ടില്ല. അത് പുറത്തുവിട്ടാൽ സർക്കാരിന് അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. കോടതിക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. കേസാവും. ഇതിനൊന്നും
സർക്കാരിന് പോലും പേടിയാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഒന്നും പേരുകൾ പുറത്തു വിടാത്തത്. കാരണം ലഹരി മാഫിയയും അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണവും ഒരുപാട് നടക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ. 233 പേജുകളുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടത്. ഈ 233 പേജുകളിൽ ഒരു താരത്തിന്റെയോ ഒരു സിനിമാ പ്രവർത്തനവുമായിട്ട് മുമ്പിലുള്ള ഒരാളുടെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് പുറത്തുവിടുമ്പോൾ ആരാണ് ഇത് ചെയ്തത്? ഒരു കഥ വായിക്കണ പോലെ ഇന്ന സംഭവങ്ങളൊക്കെ നടന്നു, സ്ത്രീകൾക്കെതിരെ ഇന്ന അധിക്ഷേപം നടന്നു, അതേപോലെ ഞോ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ടേക്കിന് പകരം 10 ടേക്ക് വരെ ഇടിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള കഥ പോലെ ഒരു 233 പേജിൽ കഥ പോലെ എഴുതി കഴിഞ്ഞിട്ട് എന്താണ് കാര്യം? അതിൽ കുറെ ആളുകൾ വായിക്കും, കുറെ ആളുകൾ അതിനെ വിമർശിക്കും, കുറെ ആളുകൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയും. അത്രയും പോയി അത് അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പെട്ട ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അതിന് ഇതിൽ പരാതി പറഞ്ഞിട്ടുള്ള നടികളായിക്കോട്ടെ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഡാൻസേഴ്സ് ആയിക്കോട്ടെ, മേക്കപ്പ് ചെയ്യണവരായിക്കോട്ടെ, എല്ലാവരും ഇതിൽ പറഞ്ഞേക്കുന്നവർ പരാതി പറഞ്ഞ് ഗവൺമെന്റ്, അതായത് കോടതിയിൽ പരാതി പറഞ്ഞ് ഇത് ചെയ്തവരെ ശിക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഈ പരാതിയിലുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് സർക്കാർ മുൻകൈ എടുക്കണം. സർക്കാർ മുൻകൈ എടുത്താൽ മാത്രമാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ഈ നടിമാർക്ക് അവർക്ക് ഏറ്റ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ഈ റിപ്പോർട്ട് വന്നു, ഇനിയും ഇതേപോലെ തന്നെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടായില്ല. ഇതിനൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിന്റെ ഒരു ഗുണവും ഉണ്ടാവില്ല. ഇപ്പോൾ എങ്ങനെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഇനിയും നടക്കാൻ പോവുക. അപ്പോൾ ഇത്രയും പാടുപെട്ട് ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ആളുകൾക്ക് ഇതിനെതിരെ ഒരു ആക്ഷനെങ്കിലും എടുത്തില്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട അവരുടെ പ്രസക്തി, അത്രയും കഷ്ടപ്പെട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ അവർ ചെയ്ത ആ കാര്യം പുറം ലോകം അറിയാതെ പോകും. അതിൽ പറയുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിന് പോലും ഭക്ഷണം കൊടുക്കുന്നത് പോലും ലൈംഗിക ആവശ്യത്തിന് വഴങ്ങി മാത്രമാണ് എന്ന് വരെ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് വരെ ഈ ഒരു ആവശ്യവുമായിട്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ഇത് പുറത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് തന്നെ നാണക്കേടാണ്. കാരണം നമ്മൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് കണ്ട് ഈ സിനിമ എന്ന പ്രസ്ഥാനം അവർക്കൊരു വരുമാനം, ആ സിനിമ എന്ന പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലെ നല്ലൊരു രീതിയിലാണ് സിനിമാ പ്രസ്ഥാനം പോകുന്നത്. ആ രീതിയിലാക്കിയിരിക്കുന്നത് നമ്മളുടെ ജനങ്ങൾ തന്നെയാണ്. ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും തിയേറ്ററിൽ പോയി കണ്ട് നമ്മൾ തന്നെയാണ് ഈ സിനിമയുടെയും സിനിമാക്കാരെയും നടികളെയും നടന്മാരെയും ഒക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. അന്ന് 2017 ഒരു പെൺകുട്ടി പരാതി കൊടുത്തത് മൂലം ദിലീപ് എന്ന സൂപ്പർ സ്റ്റാർ നടനെ ജയിലിലിടുകയും അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ സിനിമ കരിയർ വരെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. അതേപോലെ തന്നെ എല്ലാ നടന്മാരെയും
ഇതേപോലെ ഈ രീതിയിൽ തന്നെ ആരൊക്കെയാണോ ഇത് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം കൊണ്ടുവരികയും ഈ റിപ്പോർട്ടിൽ പറഞ്ഞ 16 ആളുകൾ, അതായത് ഈ റിപ്പോർട്ടിൽ തെറ്റ് ചെയ്ത എല്ലാവരെയും ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം ഇതിൽ കമന്റിൽ രേഖപ്പെടുത്തി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്.